അപ്പൊ നിങ്ങളത് 4000 5500. ഈ ഉണ്ണി വയറ് നിറയ്ക്കാനായിട്ട് ഞങ്ങൾ എവിടെ പോയി? അപ്പൊ ഇന്നത്തേത് ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ. ചേട്ടനും നാത്തൂൻസും കുട്ടികളും കൂടെ നമ്മളെ കാണാനായി കഴക്കൂട്ടത്ത് വന്നപ്പോ അവർക്കൊരാഗ്രഹം വെമ്പായത്തുള്ള ഒരു തട്ടുകടയിൽ പോയിട്ട് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കണമെന്ന്. രാവിലെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ന്യൂസ് ചാനലിൽ കണ്ട ഒരു അഡ്വർടൈസ്മെന്റ് പിറകെ വെച്ച് പിടിക്കുവാണ്. അപ്പോൾ രാജാ തട്ടുകട എന്നാണ് അതിന്റെ പേര്. അത് വെമ്പായത്താണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഉച്ചക്കത്തെ ലഞ്ച് വന്നിട്ട് സമുദ്ര സദ്യയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ബീഫ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അവിടെ കിട്ടാറില്ല. പക്ഷെ വൈകിട്ട് ഈ പറഞ്ഞ ചിക്കൻ ബീഫ് എല്ലാ ഐറ്റംസും കിട്ടും. ഉച്ചയ്ക്ക് ഒൺലി സീ ഫുഡ്. അപ്പോൾ കട ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഷോപ്പിൽ നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അത്ര നല്ല തിരക്കുള്ള ഒരു ഷോപ്പായിരുന്നു. പിന്നെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം എല്ലാവർക്കും ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ മത്തി ഫ്രൈ വാങ്ങി. പിന്നെ നമ്മൾ എന്താ വാങ്ങി, നമ്മുടെ കണവ തോരൻ പോലത്തെ സംഭവം വാങ്ങി. പിന്നെ കൊഞ്ച് ഫ്രൈ. പിന്നെ ചോറിൻ്റെ കൂടെ ഈ പറഞ്ഞ കണക്ക് സാമ്പാർ, പരിപ്പ്, പുളിശ്ശേരി ഈ വക ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് സൈഡിൽ സദ്യക്കൊക്കെ തരുന്ന പോലെ തന്നെ എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. പിന്നെ കപ്പയുണ്ട്. അയ്യോ, സംസാരിച്ചിരുന്ന് നേരം പോയതറിഞ്ഞില്ല. മീനവിയൽ എന്തായോ എന്തോ. വിജയൻ ദാസിന് വേണ്ടി ഉണ്ടാക്കിയ മീൻ അവിയലാണ് ഇത് ഈ കാണുന്നത്. സംഭവം നല്ല പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, നിങ്ങൾ വെമ്പായത്തോട്ടൊക്കെ വരുമോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ മസ്റ്റായിട്ടും വന്നൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഷോപ്പാണ്. ഈ ചേട്ടനാണ് ഈ ഷോപ്പിന്റെ ഓണർ. പുള്ളിയാണെങ്കിൽ ബില്ല് പറയുന്നത് നമ്മുടെ രൂപ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാട്ടോ കേട്ടോ. അപ്പൊ നിങ്ങളത് 4000 5500 40 9500. അപ്പൊ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ രാജാ തട്ടുകടയിൽ വന്നൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഉണ്ണി വയറ് നിറയ്ക്കാനായിട്ട് ഞങ്ങൾ എവിടെ പോയി? അപ്പൊ നെക്സ്റ്റ് വ്ലോഗായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.